കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. 4 അംഗ സംഘമാണ് ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീലി, പാനോ മേഖലകൾ സന്ദർശിക്കുക. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. സമീർ, പരിശോധന എപ്പോഴാണ്? ആരൊക്കെയാണ് ഈ മേഖലകൾ സന്ദർശിക്കുന്നത്? കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഇന്ന് നടക്കും. 4 അംഗ സംഘമാണ് ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ എത്തുക. അടിച്ചിപ്പാറ, മഞ്ഞച്ചീലി, പാനോ മേഖലകളിലാണ് സന്ദർശനം. സമീർ, തുടരാം. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തത്. റിട്ടയർഡ് അധ്യാപകനായിട്ടുള്ള മാത്യുവിന് മരണം സംഭവിച്ചു. അതുപോലെ തന്നെ 14 വീടുകൾ ഒഴുകിപ്പോയി. 112 വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കൃഷിനാശവും സംഭവിച്ചിരിക്കുന്നു. ഈ മേഖലയിലേക്കാണ് ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നത്. പ്രധാനമായും ഇനി ഇവിടെ ഒരു പുനരധിവാസം എത്രമാത്രം സാധ്യമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 4 ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും വിശദമായിട്ടുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്യുക. 12:30 ഈ സംഘം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ ഒരു വിശദമായിട്ടുള്ള യോഗമുണ്ടായിരുന്നു. ആ അവലോകന യോഗത്തിന് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനം പൂർത്തീകരിക്കും. പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് കൈമാറുക. പ്രധാനമായും ജിയോളജിസ്റ്റ് സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.